ഫറോവന്റെ ഭാര്യ ഫറോവയിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ വിശ്വാസിയായിരുന്നു. ദയയും കാരുണ്യവും ഉള്ളവളായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി അവൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ അവനെ ചുംബിക്കുകയും വാരി പുണരുകയും ചെയ്തു. തന്റെ ഭാര്യ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കണ്ടപ്പോൾ ഫറോവ അത്ഭുതപ്പെട്ടു. അവൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എന്നെ അനുവദിക്കണം, ഇവൻ നമുക്ക് ഒരു മകനായിരിക്കട്ടെ എന്ന് അവൾ ഭർത്താവിനോട് അഭ്യർത്ഥിച്ചു. ഫറോവയ്ക്ക് അവളെ നിരസിക്കാൻ കഴിഞ്ഞില്ല. അവർ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടി വിശന്നു കരയാൻ തുടങ്ങി. രാജ്ഞി കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി ഏതാനും സ്ത്രീകളെ വിളിച്ചു വരുത്തി. എന്നാൽ അവരുടെ ആരുടെയും മുലപ്പാൽ കുടിക്കാൻ കുട്ടി തയ്യാറായില്ല. അപ്പോഴാണ് പടയാളികൾ മൂസാ നബിയുടെ സഹോദരിയെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഈ പെൺകുട്ടി ഈ കുട്ടിയെ പിന്തുടരുകയായിരുന്നു. അവർ അവളോട് പറഞ്ഞു, ഞാൻ വെറും ആകാംക്ഷ കൊണ്ടാണ് ഇതിനെ പിന്തുടർന്നത്. ആ സഹോദരി മറുപടി പറഞ്ഞു. അവളുടെ സഹോദരൻ കരയുന്നത് കണ്ടപ്പോൾ അവൾ ദുഃഖം കാരണം അറിയാതെ പറഞ്ഞു, അവന് പാൽ കൊടുക്കാൻ ഒരാളെ എനിക്കറിയാം. ആ പെൺകുട്ടി പറഞ്ഞ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പ്രവാചകന്റെ സഹോദരി അവരുടെ മാതാവിനെ കൊണ്ടുവന്നു. അവർ കുട്ടിയെ നെഞ്ചോട് ചേർത്തയുടനെ തന്നെ കുഞ്ഞ് പാൽ കുടിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ഫറോവ ആശ്ചര്യപ്പെട്ടു. നീ ആരാണ്? നിന്റേതൊഴികെ മറ്റെല്ലാ സ്ത്രീകളുടെയും പാല് കുടിക്കാൻ ഈ കുഞ്ഞ് വിസമ്മതിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഉടനെ അവനെ കൊല്ലുമെന്ന് പ്രവാചകന്റെ മാതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ അവരോട് പറഞ്ഞു, എന്റെ പാലിന് നല്ല മധുരവും സുഗന്ധവുമാണ്. അതുകൊണ്ടാണ് കുട്ടി എന്നെ നിരസിക്കാത്തത്. അവളുടെ ഉത്തരം ഫറോവയ്ക്ക് തൃപ്തിപ്പെട്ടു. അയാൾ അവരെ പ്രവാചകന്റെ പരിചാരികയായി നിയമിച്ചു. മൂസാ നബി ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ വളർന്നു. അല്ലാഹു അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ശക്തിയും അറിവും ബുദ്ധിയും നൽകി.